ഞാനിപ്പോൾ നിൽക്കുന്നത് പടന്നയിൽ തടിയൻകൂവലിലാണ്. ഇവിടെ നമുക്കിപ്പം ഒരു അതിഥി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കായി സിനിമാ വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ ഓണത്തിന്റെ വിശേഷങ്ങളുമായി അദ്ദേഹത്തോടൊപ്പം ചോദിക്കാം. പി കുഞ്ഞികൃഷ്ണൻ മാഷ്. മാഷേ, ഓണം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. ഓ, സന്തോഷം. ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെ? ഇത്തവണ ഓണാഘോഷത്തിന് ചെറിയൊരു മങ്ങലുണ്ട്, അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. വയനാട് ദുരന്തം നമ്മളെ ശരിക്കും ഓണാഘോഷത്തിന് പൊതുവെ ബാധിച്ചിട്ടുണ്ട്. എന്നാലും ആദ്യം നമ്മൾ ആലോചിച്ചത് തെരിയങ്കോൽ മനീഷ തിയേറ്റേഴ്സും കൈരളി ഗ്രന്ഥാലയവും ഓണാഘോഷം എല്ലാ വർഷവും സജീവമായി നന്നായി നടത്താറുണ്ട്. പക്ഷെ ഇത്തവണ അത്രത്തോളം ആ, ഇല്ല. ഒന്ന് നടന്ന് സംസാരിക്കുന്നത് ആ ഓണാഘോഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്, പകിട്ട് കുറഞ്ഞു. പകിട്ട് കുറഞ്ഞു. പക്ഷെ എന്നാൽ പോലും കുട്ടികൾക്കും ഒക്കെ ഒരു താല്പര്യമാണല്ലോ. അതുകൊണ്ട് ആ, അത്യാവശ്യം മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ വായനശാലയിൽ. ഈ ഓണത്തിന് പുതിയ സിനിമകളൊക്കെ റിലീസാവുന്നുണ്ട്. മാഷിന്റെ പുതിയ സിനിമ റിലീസാവാൻ വേണ്ടി എല്ലാം കൂടെ ധാരണയായത്. പക്ഷേ അതിൻ്റെ മറ്റ് ഈ വയനാട് ദുരന്തമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തൽക്കാലം അത് മാറ്റി ഒക്ടോബറിൽ ഒരു ജാതി ജാതകം, ആ, വിനീത് ശ്രീനിവാസൻ നായകനായ ഒരു സിനിമ, അത് സംവിധാനം ചെയ്തത് മോഹനൻ മണ്ടോടി. മറ്റൊരു സിനിമ വിനയ് ഫോട്ടോ നായകനായ ഒരു സിനിമയാണ്, അതിൻ്റെ പേര് സംശയം. പക്ഷെ ഇന്നത്തെ ഇപ്പോൾ തിരുവോണനാളിലെ പ്രധാനപ്പെട്ട മാഷിന്റെ പരിപാടി ഉണ്ട്, ഒരു സ്പെഷ്യൽ പരിപാടി. സ്പെഷ്യൽ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ പുറത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. പക്ഷേ നാട്ടിലെ തടിയങ്കോലിലെ ക്ലബിൻ്റെയും വായനശാലൻ്റെയും ഓണാഘോഷം അത് നമ്മുടെ നാട്ടുകാരെല്ലാം വരുന്നൊരു ദിവസമല്ലേ. ഇപ്പോൾ കമ്പോലിയുണ്ട്, ചട്ടി കുളിക്കൽ ഇല്ലേ, അതുപോലെ കുട്ടികളുടെ മത്സരങ്ങളുണ്ട്, രാത്രി ഡാൻസ് ഉണ്ട്. അപ്പോൾ അവരെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും നാട്ടിൽ തന്നെ വേറെ എവിടെയും പോകുന്നില്ല. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് 24ന്റെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണപ്പാട്ട് മാഷിന്റെ വക. ഓണപ്പാട്ട് ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ തിരുവോണത്തിൻ കോടിയുടുക്കാൻ ഒരുങ്ങുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർക്കോണക്കോടിയായി നീ വാ വാ. പക്ഷെ നമ്മുടെ ഓണമേ ഇപ്പൊ പഴയ കാലത്തെ വെച്ച് ഇപ്പൊ മാഷിന്റെ കുട്ടിക്കാലത്തെ വെച്ചിട്ട് കുറെ മാറിയിട്ടുണ്ട് എല്ലാ ആഘോഷങ്ങളും കേരളത്തിൽ. മാറി. ഇപ്പോഴുള്ള പുതിയ തലമുറയ്ക്കായിട്ട് മാഷ്ക്ക് പറയാനുള്ളത് എന്താ ഓണത്തെ കുറിച്ച്? പണ്ട് ആ, ഓണമായാൽ ചിങ്ങമാസം മുഴുവൻ 30 ദിവസവും പൂവിടും. ആ, നമ്മളെ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച്, മറ്റു പല സ്ഥലത്തും അത്തം പത്തോണം എന്നാണ്. പക്ഷേ ചിങ്ങമാസം മുഴുവൻ പൂക്കളിടും. പൂക്കളിടുന്ന പറഞ്ഞാൽ തലേന്നാൾ തന്നെ പൂക്കൾ ശേഖരിച്ച് വെക്കും. തുമ്പപ്പൂവാണ് പ്രധാനം. ഇന്നിപ്പോൾ തുമ്പപ്പൂ കാണാനേ ഇല്ല, വളരെ കുറവാണ്. പിന്നെയുള്ളത് കാക്കപ്പൂവാണ്, കൃഷ്ണപ്പൂ എന്നും പറയും. അത് കണ്ടത്തിൽ പോയാലേ കിട്ടൂ. കണ്ടെന്ന് പറഞ്ഞാൽ അറിയുമോ? പൂക്കളെന്നല്ല, പാടം. ഓ, പാടം വയലിൽ പോയാൽ കിട്ടുന്നതാണ് ഈ കാക്കപ്പൂ. കാക്കപ്പൂ കിട്ടും. അതുപോലെ തന്നെ പൂ കുറവാണെങ്കിൽ അതിലെ പിന്നെ ഒരു പച്ച നിറത്തിലുള്ളൊരു ഇതുണ്ട്, അതും ആണ് പൂക്കളത്തിന് കാര്യമായിട്ട് ഉപയോഗിക്കുക. ഇപ്പം നാട്ടിലെല്ലാം പോയി കോട്ടാള കൂട്ടി, കോട്ടാള എന്ന് പറഞ്ഞാൽ അറിയുമോ? ആ കുമ്പിള്, അത് ഞങ്ങൾ ഈ പ്ലാവിൻ്റെ ഇല കൊണ്ടാണ് കുമ്പിള് കൂട്ടുക. നെറുക്കിലൊക്കെ വെച്ചിട്ട് കോട്ടാള കൂട്ടി അതിൽ പൂ ശേഖരിച്ച്, അതിൽ തുമ്പപ്പൂ ഉണ്ടാവും, കാക്കപ്പൂ ഉണ്ടാവും, കൊണ്ടപ്പൂ ഉണ്ടാവും, മഞ്ഞക്കുളാമ്പി, ഇതെല്ലാം ശേഖരിച്ച് കൊടുന്ന് തലേനില വെക്കും. ചിങ്ങ വെള്ളം വെക്കും, എന്നിട്ടാണ് പൂവിടുക. ചാണകം തേച്ച നിലമായിരിക്കും. ഇപ്പോഴത്തെ മാതിരി കോൺക്രീറ്റ് സ്ഥലത്തല്ല, മുറ്റം ചാണകം തേച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് പൂക്കൾ ഇടുക. ഇപ്പൊ പല സ്ഥലത്ത് ചെണ്ടുമല്ലിന്റെ പല പല കളറിലുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തിൽ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്തവണ എല്ലാ സ്ഥലത്തും ഈ പൂക്കൃഷി വ്യാപകമായി നടന്നിട്ടുണ്ട്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ ക്ലബ്ബുകൾ, കുടുംബശ്രീ പ്രവർത്തകർക്ക് അതൊരു വ്യത്യസ്തതയാണ്. നമ്മൾ പറയില്ലേ, പൂക്കൾക്ക് പോലും നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഒരു സ്വാശ്രയ നാട് എന്നുള്ള അർത്ഥത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൂക്കൾക്ക് വില ഇപ്രാവശ്യം കുറവുമുണ്ട്. കുറച്ച് കുറവാണ്. പൂക്കൾക്ക് മാത്രമല്ല, പച്ചക്കറിക്കും മറ്റു സാധനങ്ങളൊക്കെ ലേശം വില കുറഞ്ഞു കിട്ടുന്നൊരവസ്ഥ ഇപ്രാവശ്യം ഓണത്തിന്, അതൊരു പ്രത്യേകതയാണ്. പക്ഷെ അപ്പൊ ശരി, ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പൊ ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ എൻ്റെ നാട്ടുകാർക്കെല്ലാം ഒരു ഓണാഘോഷം. ഓണം അപ്പൊ എല്ലാ പഞ്ചായത്തിലെ നമ്മുടെ പടന്ന പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും എല്ലാവർക്കും, ഒരു അടിപൊളി ഓണാഘോഷം. എല്ലാവർക്കും ഞാൻ എൻ്റെ നാട് പ്രത്യേകിച്ച് പറഞ്ഞു, എല്ലാവർക്കും, എല്ലാ എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.